നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിച്ച് പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ പൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും നോക്കിച്ചെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യം ഇല്ലാതെ ഇവിടെ രോഗമില്ലാതെ ജീവിക്കുക. എന്റെ നേരെ കേസ് കൊടുക്കണം, ജയിലിൽ കയറ്റണം. ഞാൻ നിന്റെ എന്തോ എടുക്കാൻ വന്നിട്ട് പൂടെ മോളെ. ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കണൊക്കെയാണോ നിനക്ക് ഇപ്പൊ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ കളയില്ല. എന്റെ അന്തം വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. എന്റെ ശില്പം, ഞാൻ ഉണ്ടാക്കുന്ന ശില്പം എന്റെ കഴിവ് എനിക്ക് നല്ലതായി കിട്ടി. എന്റെ കഴിവാടിയത്. എന്നെപ്പോലെ ഒരാൾക്ക് അത്ര കഴിവ് കിട്ടില്ല. എന്റെ കഴിവാണ്, എന്റെ കഴിവുകളെയാണ് ഞാൻ ഓരോ തൊഴിലാക്കിയത്. എന്റെ ചിത്രം വരെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. എന്റെ കലകളെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. ഞാൻ ആരുടെ വീട്ടിലേക്ക് ഞാൻ തെണ്ടാ പോയിട്ടില്ല, തെണ്ടിയിട്ടുമില്ല. തോന്നിയാസം പറയാം മീഡിയ വഴി എന്ന് പറയുന്നോണെ മര്യാദയ്ക്ക് പറയണം. നാഗാദേവിയെ കുറിച്ച് പറഞ്ഞാലും ചെറിയതാത്ത എന്ന് പറയുന്ന വേച്ചി പൂറി മോള് അങ്ങനെ തന്നെ നിന്നെ വിളിക്കത്തുള്ളൂ. എത്ര പെൺകുട്ടികളെ ശാപമാണ് നിനക്കുള്ളത്? എല്ലാ പെണ്ണുങ്ങളുടെ തോളക്കറ്റം നിന്ന് നീ എന്റെ തോളെ കീറാൻ വരുവാ. വെറുതെ അല്ല നിനക്കൊരാണില്ലാത്തത്. പച്ചപ്പില്ലാത്ത കൂലിയും കൊണ്ട് കിടക്കുന്നു, ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുക. അത് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കൂതിയില്ലെങ്കിൽ ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുന്നത്. അതിന് ഇത്തിരി മഴ മറണമെങ്കിൽ എന്റെ തോളെ കയറിയാൽ പോരാ. നാഗാദേവിയുടെ തോളെ കയറാൻ വന്നിരിക്കുന്നു. അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കും, അവൾ കേൾക്കട്ടെ. നാഗാദേവി അന്ധവിശ്വാസം പറപ്പിച്ചു വിടുന്നു. നിന്റെ ഉള്ളിൽ കിടന്ന് അന്ധമായി നീ അങ്ങ് വിശ്വസിക്കുക. ഇതല്ല അന്ധവിശ്വാസമാണോ പോലും? ഈ പ്രകൃതി മൊത്തം അവർക്ക് അന്ധവിശ്വാസമാണ്. വിളക്ക് കത്തിക്കുന്നു അന്ധവിശ്വാസം. നീ നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു. എനിക്കിവിടെ കറണ്ട് പോകുമ്പോഴും ഞാൻ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് ഞാൻ ലാഭിക്കുന്നത്. വൈദ്യുതി ബില്ല് ഒത്തിരി വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പകുതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. നിനക്ക് പണം ഉണ്ടായിരിക്കും വൈദ്യുതി ബില്ല് ഇങ്ങനെ വരുമ്പോൾ ബില്ല് അടയ്ക്കാം. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കും. അത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിന്നെ പോലുള്ള തേവിടിച്ചുമാരുണ്ടല്ലോ. ഞാൻ ഭസ്മം ഉപയോഗിക്കും, ചന്ദനം ഉപയോഗിക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നീ ആരായിട്ട് ചോദിക്കാനായിട്ട്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്റെ സാമാന്യം നമ്മൾ വരണ്ടി കിടക്കുവാണെങ്കിൽ നീ അവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ, പിന്നെ തന്നെ നീ എന്റെ കീഴിലോട്ട് കയറി വരുന്നത്. മയിലിലെ ഒരു കണ്ടു അവളെ എനിക്ക് അറപ്പാ വെറുപ്പാ. ഇതുപോലെ വൃത്തികെട്ട ഒരു മയിലെത്തി. നിനക്കെല്ലാം നിന്റെ ജീവിതം തന്നെ നരങ്ങിച്ചേ മരിക്കുള്ളൂ മയിലെ, കേട്ടോ. അല്ലാതെ നീ നേരവണ്ണം മരിക്കത്തില്ല. നിനക്ക് എല്ലാവരും വായിലിരിക്കുന്ന തെരുവിളിയൊക്കെ കേട്ടേ നീ മരിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നിന്നെ ഇട്ട് അലക്കി വാരുക. നീ നാഗാദേവിയും കൂടെ അനുഗ്രഹം നിനക്ക് വേണമായിരുന്നു. അത് ഭംഗിയായിട്ട് നീ തന്നിട്ടുണ്ട്, കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം കരച്ചില്ല, അവർക്ക് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. എല്ലാവരും കൈ കൂപ്പുക നാഗാദേവിയുടെ അടുത്ത് വന്ന്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പൊ ഞാനേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ മഹാദേവി ഭദ്രകാളിയാ. എല്ലാവർക്കും സന്തോഷമായി. നിന്നെ രണ്ട് കണ്ടത് തീർന്നു. ഇനിയിപ്പോ ഒന്നും അല്ല, നാഗാദേവിയുടെ കീഴിലോട്ട് കയറി വരുക. ഏതൊക്കെ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാത്തിനും പറഞ്ഞു. ഇനി ആരെ തുടങ്ങാം? നാഗാദേവി പറയാം. നാഗാദേവി പറയുന്നതാണ് ഇത്തിരി ആശ്വാസമുണ്ട്. നീ എന്താ മൈരത്തി വിചാരിച്ചത്? നാഗ കുറച്ചുകൂടി തെറി പറയൂ ദേവീന്ന്. എനിക്കറിയാം എന്തോ പറയേണ്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ ആരുടെ പ്രേരണയിൽപ്പെടുന്നത് പോലൊന്നുമല്ല. ഒറ്റയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ അസൂയ മൂത്ത് കൊടുത്തെടുക്കുക. അവിടെ പേര് ചെയ്തളിക്കുക. അടുത്തവൾ വന്ന് ഇവിടുമാർക്കൊന്നും പറ്റാത്തെന്ന് വെച്ചാൽ നാഗാദേവി ഈ കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ഈ മൈരത്തി പെണ്ണുങ്ങൾക്ക് അസൂയ, കുശുമ്പ്. നാഗാദേവിക്ക് ഒരു നല്ല വീടുണ്ടാകാൻ പറ്റില്ല, നല്ലൊരു വാഹനത്തിൽ പോകാൻ പറ്റില്ല, നല്ലൊരു കിടക്ക ഉണ്ടാകാൻ പറ്റില്ല. ഇവിടുമാരുടെ എങ്ങാനും പണം കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഒരു തെളിവും ഇല്ല. നിന്റെ ഒന്നും ഉണ്ടാക്കിയതല്ല ഞാൻ ജീവിക്കുന്നത്. അവർക്ക് അസൂയ ജീവിക്കുന്നു. നാഗയോട് കളിച്ചാൽ കളി പഠിക്കുന്നു. എന്നോട് കളിക്കാൻ വന്നാൽ കളി പഠിപ്പിക്കും. അവർക്ക് ഇപ്പൊ എന്നെ ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം, നിയമത്തെ കൊണ്ട് പിടിപ്പിക്കണം, മുഖ്യമന്ത്രിയോട് അടുത്ത് പറയാം. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിക്കുള്ള എല്ലാ പദവികളും ഇവിടെയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഓരോ ജീവിക്കും മനുഷ്യനും ഉണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല. എന്റെ മുക്കിലൂടെ പോകുന്ന ശ്വാസമാണ്. എനിക്ക് ചോരയും നീരും ഒക്കെ ഉണ്ട്. എന്റെ ദൈവം ഇതിലും ചോരയും നീരും ഒക്കെ തന്നെയാ. ഇതിലേ പോകുന്ന ശ്വാസമാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് വെച്ചിട്ടേക്കുമല്ല ഈ ഏരിയ. തെറിയത്താത്ത എന്ന് പറയുന്ന പൂളിച്ചി. നിനക്ക് മാത്രം ജീവിക്കാനുള്ള ഇടമല്ല ഇത്. ഞാൻ നിന്റെ ഒന്നും അടുത്തും വന്നിട്ടില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ജീവിക്കുന്നു. എല്ലാവരിൽ നിന്നും വിട്ടകന്നിങ്ങനെ ജീവിക്കുന്നു. വിളക്ക് കൊളുത്തുന്നു, പോകുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു. ആർക്ക് ശല്യമില്ലാതെ ഒരിടത്തിന് കഴിയുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്നു. അതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിന് പോകും. ഞാനൊക്കെ ചെയ്യും. നീയൊക്കെ ഇനി എത്ര കടന്ന് മറിയണ്ണ പാച്ചിൽ ചെയ്താലും സൂര്യനെ നമസ്കരിക്കും, ഭൂമിയെ നമസ്കരിക്കും, വായുവിനെ നമസ്കരിക്കും, കാറ്റിനെ നമസ്കരിക്കും, ജലം, വായു, അഗ്നി എല്ലാത്തിനെയും ഞാൻ നമസ്കരിക്കും. എന്റെ നമസ്കാരം നിനക്കൊന്നും ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. എന്റെ ബോഡി തത്ത് ജഡമായി എപ്പോൾ തീരുന്നുവോ ആ നിമിഷം വരെ ഞാൻ ഇവിടെ ജീവിക്കും. ഈ ജഡമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താണ്. ജഡമായി എന്നത് വരെ ഇതേ ദേഹത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ ജീവിക്കും. ഞാൻ ശ്വസിക്കും. ഞാൻ എന്നെ പോലൊക്കെ ഉള്ളവർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നോണ്ടാ മൈര നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. കെട്ടോടി തെറിയതാത്ത എന്ന് പറയുന്ന മൈത്തി. അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി ആളുകൾ നിന്റെ ചപ്പാക്കുട്ടി അടിച്ച് തിരിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എന്നെ പോലുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കുന്നോണ്ടാ. കാരണം ഒരാൾക്കും ശല്യം ഇല്ലാതെ ഒരിടത്തിരുന്ന് ആർക്കും ശല്യം ഇല്ലാതെ ജീവിക്കുക. നിനക്ക് ശല്യം എന്തുകൊണ്ട് കുറിച്ച് ഞാൻ ഇവിടെ ജീവിക്കുന്നതിന്? നിനക്ക് എന്തിന്റെ കടപ്പാ? അല്ലെ നിന്റെ വരണ്ട് കിടക്കുന്ന കൂടിക്കകത്തിലും മയമില്ലാത്തതിന് എന്നെ എന്തിനാ പറയുന്നത്? പലതൊക്കെ നല്ലത് മയമുള്ളത് പിന്നെ എല്ലായിടത്തും കഴിഞ്ഞു. നാഗാദേവിയുടെ കീഴിലോട്ട് വരിക. ഞാനിത് വിട്ട് കളഞ്ഞതാ. എന്നെ വെളിയിലേക്ക് കാണുമ്പോൾ ആളുകൾ എന്നെ വട്ട പൊതിയുന്നു. ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് പൊതിയുന്നത്. ആളുകൾ എന്നെ ആരാധിക്കുന്നു.
പണ്ടും എന്റെ പിന്നാലെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു കലാകാരി ആയിട്ടുണ്ട്, നിന്നെ പോലെയല്ല. കലാകാരുടെ ചുറ്റും ആളുകൾ കൂടും. ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു, കലാകാരിയായിരുന്നു, ചിത്രകാരിയാണ്, ശില്പിയാണ്, ബ്രില്യന്റ് ആണ്, എഴുത്തുകാരിയായിരുന്നു. അതൊക്കെ തന്നെയാ ഇപ്പോഴും, അതൊക്കെ തന്നെയാണ് ഞാൻ. അപ്പോഴും മാത്രമല്ല, ഇപ്പോഴും അതൊക്കെ തന്നെ, അതിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് പണം ഇടപാടുകളുണ്ടായിരുന്നു, ഇപ്പോഴും പണം കൊടുത്ത് പണം വാങ്ങുന്നു. അത് എന്റെ മിടുക്ക്, എന്നോളം മിടുക്കില്ല, നിനക്കില്ല. അത് നിന്റെ കഴിവുകേട്, എന്റെ കഴിവുകേടല്ല. നിന്റെ കഴിവുകേട്. നീ കഴിവില്ലാത്തവാ. നിന്നെ 4 പേര് അറിയുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ട് നിന്നെ നീ അങ്ങോട്ട് അറിയുന്നില്ല. നീ വെളിയിലോട്ട് ഇറങ്ങി ആരെങ്കിലും നിന്റെ ചുറ്റും കൂടുമോ? മൈരത്തി ചാനലുകാർ നിന്റെ അടുത്ത് വന്ന് കൂടുമോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, എത്ര ആളുകൾ എന്റെ ചുറ്റും കൂടുന്നതെന്ന് അറിയാവോ? എന്നെ ഇഷ്ടപ്പെട്ടു. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മൈരത്തി സേവനം ചെയ്യണം, ആർക്കെങ്കിലും വല്ലതും കൊടുക്കണം. അത് വന്നേക്കുന്നു നാഗാദേവി ഉണ്ടാക്കാനായിട്ട്. നാഗാദേവിയുടെ അടുത്ത് നീ കൂടുതൽ കളിക്കാനൊന്നും വരണ്ട. നീ നാഗാദേവിക്ക് ചെലവിനൊന്നും തരുന്നില്ല. നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാനും വരുന്നില്ല. തെണ്ടിച്ചി നിന്റെ അടുത്ത് ഞാൻ തണ്ടാൽ എപ്പോഴായിരിക്കും കൂടെ കൂടി മോളെ വന്നത്? ആ മരുന്നിന്റെ അടുത്തോട്ട് എപ്പോഴാണ് വന്നത്? ആ ദൈവം എന്ന് പറയുന്നത് അതേ പൂരി. ഞാൻ ആ ദൈവം. എനിക്ക് എന്താ വേണം? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നെ? നീ ചെയ്യാൻ ഇവിടെ വന്നാലുണ്ടല്ലോ, നിനക്ക് അതുപോലെ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇത് എന്റെ കഴിവായി ഈ ശില അത് ചിപ്പം പണിതിട്ടത്. നിന്നെ പോലെ ഊമ്പാൻ ചെയ്യുന്നതല്ല ഞാന്. അവിടെ അങ്ങ് തെറി പറയാത്തോ? ഈ പിന്നെന്തോ അടച്ചിട്ട് മുറിക്കകത്തിരുന്ന തെറിയല്ലേ പറയുന്നത്? നിന്റെ പേര് തന്നെ ആളുകൾ ഇട്ടേക്കുന്ന തെറിയാത്തേന്നാണ് താത്ത പോലും. നീ എവിടുത്തെ താത്തയാണ്? നിന്നെ കണ്ടാൽ തന്നെ ഒരു ഓഞ്ഞ മോന്തയും